ഹലോ ഗായ്സ്. ഹലോ, ഓക്കെ അല്ലേ? ഫ്രെയിം ഓക്കെ അല്ലേ? ഫേസിൽ ലൈറ്റ് സൗണ്ട് കറക്റ്റ് അല്ലേ? യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഹലോ ഗൈസ് അല്ലേ? ഗൈസ് പറയുന്നത് നിർബന്ധമാണല്ലോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അതായത് നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം, യൂട്യൂബ് ഭയങ്കരമായിട്ട് സജീവമായിട്ട് വരുന്ന ആ സമയത്ത് കുറേ ആൾക്കാർ മീൻസ് അടുത്ത ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും എന്നോട് കുറേ ചോദിക്കുമായിരുന്നു, എന്താ നീ യൂട്യൂബ് തുടങ്ങാത്ത? എല്ലാവരും തുടങ്ങുന്നുണ്ടല്ലോ, എന്താ ഈ യൂട്യൂബ് തുടങ്ങാത്ത? എന്താ യൂട്യൂബ് തുടങ്ങാത്ത? എല്ലാവരും തുടങ്ങിയല്ലോ, വരുന്നവനും പോകണവനും എല്ലാവർക്കും യൂട്യൂബ് ഉണ്ട്, എന്നിട്ട് ഈ എന്താ തുടങ്ങാത്തതെന്ന് വെച്ചു. കാരണം അങ്ങനെ ചോദിക്കാൻ കാരണം ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ക്യാമറ, ലൈറ്റ്, സ്റ്റാൻഡ്, മൈക്ക്, ഇങ്ങനെ ഒരു യൂട്യൂബർക്ക് വേണ്ട എല്ലാ സാധനവും എൻ്റെ അടുത്തുണ്ട്, സ്വന്തമായിട്ടുണ്ട്. കാരണം ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് എനിക്കത് ആവശ്യമുള്ളതുകൊണ്ട് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു, യൂട്യൂബ് വ്ളോഗ് തുടങ്ങ്, ഇത് ചെയ്യ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ പറഞ്ഞു. പക്ഷെ ഞാനപ്പോൾ മൈൻഡ് ചെയ്യില്ല. ഒന്നാമതും മടി, പിന്നെ ക്യാമറയുടെ മുമ്പിൽ ഞാൻ വന്നിട്ട് ഇതേപോലെ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കങ്ങനെ സംസാരിച്ച് പരിചയമില്ല, അറിയൂല സത്യം പറഞ്ഞാൽ. അതാണ് മെയിൻ. പിന്നെ ഇപ്പം എന്തുകൊണ്ട് സംസാരിക്കുന്നു വെച്ചാൽ, ഇപ്പം അങ്ങനെ കുറേ എല്ലാവരും സജീവമായി വരുന്നവനും പോകണവനും എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നു. ചോദിക്കുന്ന എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും പൈസ ഉണ്ടാക്കുന്നു, ഫെയിം ആവുന്നു. ഇപ്പോൾ ഒരു ആരെടുത്ത് ചോദിച്ചാലും ആൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. എന്നിട്ടും ഈ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്നും പിന്നെ കുറേ ആൾക്കാർ തന്ന മോട്ടിവേഷനും ഒക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ച് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്തെങ്കിലും ഒരു ദിവസം തുടങ്ങാം എന്നുള്ളത് എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ അപ്പോഴും നന്നാവട്ടെ, നാളാവട്ടെ, മറ്റന്നാളാവട്ടെ, അതിനൊരു കറക്റ്റ് ടൈം വരും. അല്ലെങ്കിൽ പിന്നെ മെയിൻ പ്രശ്നം എൻ്റെ അത് കണ്ടൻ്റായിരുന്നു. ഞാൻ എന്ത് കണ്ടൻ്റ് ഇട്ടാലും ആൾക്കാർക്ക് ഇഷ്ടമാവും. എന്ത് കണ്ടൻ്റാണ് എൻ്റെ അടുത്തുനിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഈ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കണ്ടൻ്റ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഡിറ്റിംഗ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, പാട്ട്, അല്ലെങ്കിൽ എന്താ പറയുക കപ്പിൾ വ്ളോഗ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ ഏത് ഇടും എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അതിനുള്ള കൺഫ്യൂഷൻ മാറി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു അവിയൽ പരുവത്തിൽ എല്ലാം അങ്ങോട്ട് ഇടാന്ന് അങ്ങനെ വിചാരിച്ചു. അപ്പോഴും എനിക്ക് തുടങ്ങാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം വൈഫായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പിന്നെയും ആൾക്കാർ ചോദിച്ചു, എന്തുകൊണ്ട് ഈ യൂട്യൂബ് തുടങ്ങുന്നില്ല? അതൊരു വരുമാനമല്ലേ? നിങ്ങൾക്ക് കപ്പിൾ വ്ളോഗ് ചെയ്തുകൂടെ? നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ അനാവശ്യ മോട്ടിവേഷൻ കുറേ ആൾക്കാർ തന്നു. അപ്പോഴും ഞാൻ ചിന്തിച്ച് ഞാൻ എന്താ ചെയ്യുക, സമയമാവട്ടെ, തുടങ്ങാമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ച്. അങ്ങനെ ഈ അടുത്ത് എൻ്റെ ഫ്രണ്ടിനെ കണ്ടപ്പം അവനും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, ഏകദേശം സക്സസ് ആയി നിൽക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, നീയും തുടങ്ങ്. ഞാൻ പറഞ്ഞു, എനിക്ക് മടിയാടാ, എനിക്ക് ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് തോന്നിയത് പറയും, എല്ലാവരും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. ശരിയാണ്, റോ ആയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് പറയും. കപ്പിൾ വ്ളോഗ്, ഇൻഫർമേഷൻ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് അത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് തുടങ്ങാം. അപ്പോഴും അത് ഇങ്ങനെ ആലോചിച്ച് ഡിലേ ആയി. കുറേ ആലോചിച്ച് ഇന്ന് തുടങ്ങാം, ഇതേപോലെ തന്നെ നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാറുണ്ട്, നീണ്ടു പോയി. പിന്നെ ഇത് തുടങ്ങാം എന്നുള്ള സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇപ്പം ഈ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ അർജൻറ്റീന കേപ്പ വെർദെ മാച്ച്, അത് ഒരൊറ്റ കാരണം മാത്രമാണ് ഈ ഇത് തുടങ്ങാൻ കാരണം ഞാനത് ഇന്നലെ കളി കണ്ട് ഇന്ന് വെറുതെ മറ്റേ ഫോണിൽ നോക്കുമ്പോൾ അത് ഗോൾ കീപ്പർ അയാൾ എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അതായത് സത്യം പറയാണ്, ഇതാണ് സംഭവം ഉണ്ടായത്.
എല്ലാവരും പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങുക. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഇന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ ആൾ കുറേ എന്താ പറയുക ഇതേപോലെ പ്രൊഫഷണൽ ഫുട്ബോളറല്ല, വേറെ ബസ് ഡ്രൈവറാണ്, അങ്ങനെ എന്തോ ആണ്, ഞാൻ ന്യൂസ് എന്തോ അങ്ങനെ എന്തൊക്കെ കണ്ടു, ബസ് ഡ്രൈവറായിരുന്നു, ഇതൊക്കെ ആയിരുന്നു. എന്നിട്ടും ഈ വയസ്സിൽ അയാൾ അച്ചീവ് ചെയ്ത്. പക്ഷേ എല്ലാ സൗകര്യവും അയാൾക്ക് അങ്ങനെ വലിയൊരു രാജ്യമൊന്നുമല്ല, എന്നിട്ടും ആ ഒരു രാജ്യത്തു നിന്ന് കയറി വന്ന് എന്താ പറയുക ഇപ്പോൾ ലോകം മൊത്തം ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പറുടെ കൂട്ടത്തിൽ അയാൾ വന്ന്. ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എല്ലാം ഉണ്ടായിട്ട്, അതായത് ക്യാമറ, മൈക്ക്, കമ്പ്യൂട്ടർ, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ എല്ലാം ഉണ്ടായിട്ടും ഞാനെന്തുകൊണ്ടൊരു അറ്റ്ലീസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ പോലും തുടങ്ങിയില്ല എന്നുള്ളത് ആലോചിച്ച് ഞാൻ. സത്യം പറഞ്ഞാൽ അതാണ് കാരണം. മെയിൻ എൻ്റെ ഭാര്യ, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, സകലമാന ആൾക്കാർ, ഞാൻ പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ യൂട്യൂബ് ചാനൽ തുടങ്ങാറുണ്ട്. കുറേ ട്രിപ്പ് പോയപ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഫ്രണ്ട്സിന് അറിയാം. അതൊക്കെ ഞാൻ വൈകാതെ ഇതിൻ്റെ ബാക്കിൽ ഇടാൻ ചാൻസ് ഉണ്ട്. അതെ, കുറേ വീഡിയോസ് ഇറങ്ങാനുണ്ട്, കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നൊരു സംഗതിയാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് ഇന്ന് തന്നെ തുടങ്ങാമെന്നുള്ളൊരു മൂഡ് വന്ന്. പിന്നെ കുറേ ആൾക്കാർ കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ഇനി ചെയ്തില്ല എന്ന് വേണ്ട, ഞാൻ വിചാരിച്ചത് ചെയ്തില്ല എന്ന് വേണ്ട. അപ്പോൾ ഇനി അവർ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് നോക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ മെയിനായിട്ടുള്ളതുകൊണ്ടാണ് കണ്ടക്ട് എന്താ വെച്ചാൽ, ചിലപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആയിരിക്കും, ചിലപ്പം കപ്പിൾ വ്ളോഗ്സ് ആയിരിക്കും, ചിലപ്പം ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ബിഹൈൻഡ് ദ സീൻ, അതായത് ഞാൻ വർക്കിന് പോകുമ്പം അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലത്തെ കാര്യങ്ങൾ, ഫ്രണ്ട് സർക്കിൾ, അതായത് ചുരുക്കം പറഞ്ഞാൽ ഇതിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഇതുമില്ല. പിന്നെ ചിലപ്പം ഞാൻ ഏതെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂസ് ഞാൻ ചെയ്യും, പോഡ്കാസ്റ്റ് ഞാൻ ചെയ്യും മീൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പരിപാടികൾ, മൂവി റിലേറ്റഡ്, ചിലപ്പോൾ മൂവി റിവ്യൂ ഞാൻ ചെയ്യും, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ച് ഞാൻ പറയും. അപ്പോൾ ഈ ഒരു ചാനൽ ഒരു അവിയലായിരിക്കും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അതായത് എനിക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യും. എനിക്ക് എന്താണോ തോന്നുന്നത് അതിടും. നല്ല കാര്യങ്ങളെല്ലാം പുറത്ത് കാണിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യും. യൂട്യൂബ് തുടങ്ങുമ്പോൾ ഒരു പേര് വേണം. വെറുതെ ഒരു യൂട്യൂബ് ആഷിഖ് ഹിഷാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ മുന്നേ എന്താ പറയുക ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വെറുതെ തുടങ്ങിച്ചു, എൻ്റെ BTSും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി, വർക്കിൻ്റെ BTSും കാര്യങ്ങളൊക്കെ ഇടാൻ. അപ്പം അത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം, അതിൻ്റെ പേര് ടെയിൽസ് ബൈ ആഷി, ഇതാണ് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ്. അതായത് ടെയിൽസ് ബൈ ആഷി മീൻസ് സ്റ്റോറീസ് ബൈ ആഷി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്റ്റോറീസ് ബൈ അങ്ങനെ എല്ലാവരും ഇടുന്നുകൊണ്ട് ഞാൻ എന്താക്കി, സ്റ്റോറീസിൻ്റെ വേറൊരു കഥകൾ, അതായത് ആഷിഖിൻ്റെ കഥകൾ എന്നുള്ള പോലെ, ആഷിയുടെ കഥകൾ എന്നുള്ള പോലെ വേറൊരു പേര് തപ്പി. അപ്പം ടെയിൽസ്, സ്റ്റോറീസിന് പകരം ടെയിൽസ് ആക്കാം. അപ്പോൾ താൽക്കാലികമായിട്ട് ടെയിൽസ് ബൈ ആഷി എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. TALES_BY_ASHI ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ സാധനം കിട്ടും. ഞാൻ ഈ ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവിടെ കയറ്റി പിൻ ചെയ്യാം. ഇത് ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, യൂട്യൂബ് ചാനലിൻ്റെ പേജും അത് സെയിം തന്നെയാണ്. അപ്പം ടെയിൽസ് ബൈ ആഷി ഇതാണ് താൽക്കാലിക നെയിം. ഇത് ചിലപ്പം സ്ഥിരമാക്കും, അല്ലെങ്കിൽ വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ചോ, ഞാൻ അത് നല്ലതാണെങ്കിൽ പരിഗണിക്കുന്നതാണ്. പക്ഷേ ഫേസ്ബുക്ക് ഞാൻ വേറെ തുടങ്ങുന്നില്ല. ഫേസ്ബുക്ക് ഇപ്പോൾ ഓൾറെഡി ആഷിഖ് ഹിഷാം എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, അതിൽ നിന്നായിരിക്കും. കാരണം വേറെ ഇനിയൊരു പേര് മാറ്റലിൻ്റെ ആവശ്യം ഫേസ്ബുക്കിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫേസ്ബുക്ക് തന്നെ മതി. അപ്പം മെയിൻലി യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലും ഉണ്ടാവും. ഇനി എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. അതായത് ഫ്രണ്ട്സ്, ഫാമിലി, ബാക്കിയുള്ള എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ടെയിൽസ് ബൈ ആഷി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ചിലപ്പോൾ ഞാൻ പഴയ വീഡിയോ ഒക്കെ ചിലപ്പം എന്താ പറയുക പണ്ടെടുത്ത വ്ളോഗുകളൊക്കെ ഇട്ടിട്ട് തുടങ്ങും. പുതിയത് കണ്ടൻറ്റുകൾ ചെയ്യാൻ, നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യാൻ ശ്രമിക്കും. മാക്സിമം ഞാനിത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ്
ആഴ്ചയിൽ 2 വ്ളോഗ് ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എനിക്ക് വേണം. സപ്പോർട്ട് വരുമ്പോൾ നല്ല സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം പറഞ്ഞ പോലെ ഒന്നും മറക്കണ്ട. ബൈ. താങ്ക് യു.